ഓക്കെ ഗായ്സ്, അപ്പം എപ്പോഴത്തെയും പോലെ എനിക്കിന്നും പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷെ വി ഹാവ് ടു കംപ്ലീറ്റ് ദ ചലഞ്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എന്താ ടോപ്പിക് എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 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 നമ്മൾ എന്തിനെ പറ്റി പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് പലതിനെ പറ്റിയും പറയാം. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാം. അതിങ്ങനെയുണ്ട്. ഞാൻ രാവിലെ എണീച്ചിട്ട് നമ്മൾ ലൈഫ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത്, ഇന്നല്ല മൊത്തം എങ്ങനെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നേ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, സ്വാഭാവികമായിട്ട് പ്ലാൻ ചെയ്യും. എനിക്ക് രാവിലെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യാൻ ഇഷ്ടം. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലം എന്ന് സോർട്ട് ചെയ്യും, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. എന്നാലും നേരെ ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പരിപാടി. അപ്പം ഞാൻ രാവിലെ എണീച്ചു, നോക്കി, പ്രൊജക്റ്റിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് സോർട്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് വലിയൊരു പണി കിട്ടിയെന്ന്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിന്ന് ഒരു വെബ് സീരീസ് കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ, അതിൻ്റെ പേര് ദി ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ദർ വാസ് ദിസ് ലേഡി, ഫ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി. അവർ ഒരു ബോസ് ലേഡിയാണ്, നമുക്കറിയാലോ. ബോസ് ലേഡി പോലത്തെ അവർക്ക് കുറേ ഫേമൊക്കെ ഉണ്ട്. ബട്ട് ഷി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹർ മാരേജ്. ആൻഡ് അപ്പം പിന്നെ അവരൊരു പെൺകുട്ടീനെ കണ്ടുമുട്ടാണ്. ആൻഡ് ഷീ വാസ് അലോൺ. ഒരു അത്ര സെറ്റപ്പൊന്നും ഇല്ലാത്തൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവരുടെ ഒപ്പം താമസിക്കുന്നു. നോ പാരൻസ്, ഓഫനാണ്, ഒരു ക്ലീനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ലേഡി എന്ത് ചെയ്യാണ്, അവരെ ഒപ്പം കൂട്ടുകയാണ്, ഹെൽപ്പ് ചെയ്യാണ്. അവരുടെ വലിയൊരു മാൻഷൻ പോലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവൾക്ക് ജോലി കൊടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് പറയും, നീ എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു ലൈഫ് ലീഡ് ചെയ്യണത്? ഇപ്പം റിച്ച് ആയിട്ടുള്ള പൈസ ഉണ്ടാക്കിയ കുറേ ആൾക്കാരും അതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിന്നെ പോലുള്ളവർക്ക് അങ്ങനെ പറയാൻ ആരുമില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പുള്ളിക്കാരി വൺ മോട്ടിവേഷൻ കൊടുത്ത് അവസാനമാണ് അറിയുന്നത് ഇവരുണ്ടല്ലോ, ആളൊരു ഡ്രഗ് ഡീലറൊക്കെയാണ്. അങ്ങനെ ഇവളെ പെടുത്തിയതാണ് അവർ. മീൻസ് ഇവരെ ഡ്രഗ് ബിസിനസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആരുമില്ലാത്ത ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള യങ് ലേഡീസിനെ അവരെന്ത് ചെയ്യും, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഡ്രഗ് മീൻസ് ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത മെഡിസിനൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്ത് ചെയ്യുക, കടത്തുക എന്നുള്ള ഒരു പരിപാടിയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവസാനം അവളെ കൊല്ലാനായിട്ട് നമ്മുടെ ആ ക്ലീനറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്റ്റേജ് എത്തും. കാരണം ഈ ഫ്രാൻ എന്ന് പറഞ്ഞ ലേഡിക്ക് മനസ്സിലാവും ഇവള് പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവളുടെ ഹസ്ബൻഡിനെയും കൊല്ലുണ്ടാവും. അങ്ങനെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവസാനം അവൾ പറയും, ഞാൻ നിന്നെ കുറേ വിശ്വസിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ പണ്ട് കാര്യം. അപ്പം മറ്റേ ഫ്രാൻ എന്ത് ചെയ്യും, ഭയങ്കര മനസ്താപമൊക്കെ ആയി അവളിനെ അഴിച്ചുവിടും. അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ഒളിവിൽ പോവും, ഫ്രാൻ, ബിക്കോസ് അവളുടെ ഹസ്ബൻഡിനെ കൊല്ലും. അങ്ങനെ അപ്പോൾ അവസാനം എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ആ പൈസ മുഴുവൻ അവൾക്ക് കിട്ടുകയാണ്. ആർക്ക്, നമ്മുടെ ക്ലീനർ ലേഡിക്ക് കിട്ടുകയാണ്. ആൻഡ് ഷീ ബിക്കംസ് ദ ബോസ് ലേഡി. അങ്ങനെ ഒരു സംഭവം. അപ്പം വാസ് ക്വൈറ്റ് നൈസ്, ഒരു ഡ്രാമ ലൈക്കായിരുന്നു. അതാണ് പിന്നെ ഞാൻ ചെയ്തത്. പിന്നെന്ത് ചെയ്തു, പിന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്തു. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പിന്നെ ഇപ്പോൾ എനിക്കിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര എന്താ പറയുക, ഓഫായിരുന്നു മൂഡ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ വി വോണ്ട് ടു ബി ഹാപ്പി ഓർ ഷിറ്റി എന്നുള്ളത്. സംടൈംസ് നമ്മൾ ഫീൽ ചെയ്യും, നമുക്ക് തോന്നും എന്തെങ്കിലും ഒരു വീഡിയോ കാണാം, ആൻഡ് ആ വീഡിയോൻ്റെ അവസാനം നമ്മൾ ഹാപ്പി ആയിരിക്കും, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നുള്ളൊരു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഡിസൈഡ് ചെയ്യുക ഒരു മൊമെൻറ്റിലും, ഓക്കെ ഞാൻ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. ആ പോയിന്റ് മതി, കൂളാണ്, ഒരു സീനുമില്ല. എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഡീലാക്കും, എന്ന് പറയുക, നമുക്ക് ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനനുസരിച്ച് പ്രോക്കാസിനേറ്റ് ചെയ്യൂലേ, എൻ്റെ മൂഡ് ശരിയില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ തോന്നില്ല, അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രോക്കാസിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നവരോ നമ്മുടെ ഈ ഒരു മൂഡ് പിന്നെയും വേഴ്സായി കൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് 5 മിനിറ്റ് ആയിരിക്കണം. ഓക്കെ ബൈ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.